എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഡിഗ്രി പ്രിലിംസ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. മെയ് 16 സെക്കൻഡ് ഫേസ് നടക്കാൻ പോകുന്നു. ജൂൺ 6 തേർഡ് ഫേസ് നടക്കാൻ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ഫേസ് എക്സാം എഴുതിയ എല്ലാവരും മക്കളെ ഇനി കാത്തിരിക്കേണ്ട, നിങ്ങളുടെ പ്രിപ്പറേഷൻ മെയിൻസിനായിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ്. ഓഗസ്റ്റ് മാസം തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് നോക്കുകയാണെങ്കിൽ PSC എപ്പോഴാണ് ഡിഗ്രി പ്രിലിംസ് പറഞ്ഞത് നോക്കി. PSC ഡിഗ്രി പ്രിലിംസ് പറഞ്ഞത് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് പ്രിലിംസ് പറഞ്ഞത്. കൃത്യമായിട്ട് മെയ് മാസത്തിൽ 2 ഘട്ടം നടന്നു. അത് കഴിഞ്ഞ് ജൂൺ മാസം ആദ്യമാകുമ്പോൾ തന്നെ പ്രിലിംസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ മെയിൻസ് എക്സാം നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം? ഓഗസ്റ്റ് മാസത്തിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ 3 മാസം, കൃത്യമായിട്ട് 3 മാസം മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. അപ്പോൾ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, പ്രത്യേകിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് സിലബസ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? PSC പുതുതായിട്ട് സിലബസ് ഒന്നും തന്നിട്ടില്ലല്ലോ. മക്കളെ നോക്കുക, ഈ കാണുന്നത് പഴയ സിലബസ് ആണ്. പഴയ സിലബസ് എന്ന് പറഞ്ഞാൽ 2022 വന്ന സിലബസ് ആണ്. പുതിയ പാറ്റേൺ ഒക്കെ വന്നതിന് ശേഷം പ്രിലിംസും മെയിൻസ് ആ സിസ്റ്റം വന്നതിന് ശേഷമുള്ള പുതിയ സിലബസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പുതിയൊരു സിലബസ് മാറുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. മേ ബി മാറാതിരിക്കാം. പക്ഷെ നമ്മൾ ഈ സിലബസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ ഈ സിലബസിനകത്തുണ്ട്. അഥവാ എന്തെങ്കിലും എക്സ്ട്രാ വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്കത് ആഡ് ഓൺ മാത്രം ചെയ്താൽ മതി, ആ ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി. ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കുമ്പോൾ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കാണ് നിയമനം നടക്കാൻ പോകുന്നത്. ഏതാണ്ട് 30-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിയമനം നടക്കാൻ പോകുന്നു. പക്ഷേ ഈ 30 പൊതുമേഖലാ സ്ഥാപനങ്ങളും ഓരോ തലത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കെൽട്രോൺ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞ KSFE നോക്കുകയാണെങ്കിൽ ചിട്ടി ഫണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. KSEB നോക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഇട്ടാൽ തന്നെ ഇതെല്ലാത്തിനും കൂടെ ചേർത്ത് ഒരു കോമൺ സ്പെഷ്യൽ ടോപ്പിക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സിലബസ് മാറാനുള്ള സാധ്യത ഇച്ചിരി കുറവാണ്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ സിലബസ് പഠിച്ചു വെക്കും. ഇത് 2022 വന്ന കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സിലബസ് ആണ്, മെയിൻസിന്റെ സിലബസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, സിലബസിലേക്ക് നമുക്ക് പോവാം. ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ദെൻ കേരള ഗവർണൻസ് 10 മാർക്ക്. കേരള ഗവർണൻസ് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ കേരള ഗവർണൻസ് 5 മാർക്കാണ്. പക്ഷേ ഇവിടെ 10 മാർക്ക് മെയിൻസിനുണ്ട്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 6 മാർക്കിനുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 3 മാർക്കാണ്. ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 5 മാർക്ക്, IT 3 മാർക്ക്, ഇമ്പോർട്ടന്റ് ആക്ട്സ് 5 മാർക്ക്. ഇമ്പോർട്ടന്റ് ആക്ട്സ് ഒക്കെ സ്പെഷ്യൽ ടോപ്പിക് ആണ്. ദെൻ കറണ്ട് അഫയേഴ്സ് 15 മാർക്ക്, മാത്സ് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, പിന്നെ മലയാളം 10 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി സിലബസ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹിസ്റ്ററി നോക്കുകയാണ്. ആ ഹിസ്റ്ററിക്കകത്ത് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഉണ്ട് 5 മാർക്കാണ്. ഓക്കെ, അവിടെ എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഇത് വീണ്ടും പഠിക്കാൻ നിൽക്കരുത്. ഇതൊരിക്കലും വീണ്ടും പഠിക്കാൻ നിൽക്കരുത്. ഒരിക്കലും നിങ്ങൾ പ്രിലിംസ് പഠിച്ച് പാസ്സായി വന്ന ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ടോപ്പിക് അറിയത്തില്ലെങ്കിൽ മാത്രം, അതിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആ ടോപ്പിക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോ. പകരം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോളാം. സോ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇതെല്ലാം കിട്ടും. ഹിസ്റ്ററി കുറെ പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടും, അറിയാത്ത ക്വസ്റ്റ്യൻസ് കിട്ടും. അറിയാന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് റിവിഷൻ ആവും. അപ്പൊ മെയിൻസിന്റെ പ്രിപ്പറേഷനിൽ മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ ഫസ്റ്റ് നോക്കുക കേരള ഹിസ്റ്ററിക്കകത്ത് ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, പിന്നെ കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീചിത്ര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, ദെൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇത്രയാണ് കേരള ഹിസ്റ്ററിക്കകത്ത് ചോദിച്ചത്. പ്രിലിംസിന്റെ അതേ സിലബസ് ആണ്, ഒരു മാറ്റവും ഇല്ല. അടുത്ത ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുമ്പോൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, formation of Indian National Congress, Swadeshi movement, social reform movement, newspaper, literature and arts during the freedom struggle, independence movement and Mahatma Gandhi, India's independent post-independent period, state reorganization, development in science, പിന്നെ education and technology, foreign policy, development in science, education and technology, then foreign policy. ഇത്രയാണ് ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് വരുന്നത്. അത് കഴിഞ്ഞ് വേൾഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ഇത്രയാണ് വേൾഡ് ഹിസ്റ്ററിക്കകത്ത് വരുന്നത്. അടുത്ത ജോഗ്രഫി നോക്കുമ്പോൾ ജോഗ്രഫി 5 മാർക്കാണ്. അവിടെയും വേൾഡ് ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്. സോ വേൾഡ് ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി, സ്ട്രക്ചർ ഓഫ് എർത്ത്, അറ്റ്മോസ്ഫിയർ, റോക്ക്, ലാൻഡ് ഫോംസ്, പിന്നെ പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, global issues, global warming, various forms of pollution, maps, topographic map and science,
remote sensing, geographic information system, oceans and its various movements, continents, nations and their specific features. Okay, അടുത്ത ഇന്ത്യൻ ജോഗ്രഫി നോക്കുമ്പോൾ ഫിസിയോഗ്രഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. സ്റ്റേറ്റ്സ് ഒന്നും പഠിക്കാൻ നിൽക്കരുത്, ഒന്നും വരത്തില്ല. ഓക്കെ, അതിനുശേഷം കാര്യം 28 സംസ്ഥാനങ്ങളൊന്നും മൊത്തം പഠിച്ചു തീർക്കാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ പ്രത്യേകത മാത്രം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നോർത്തേൺ മൗണ്ടൻസ്, അത് കഴിഞ്ഞ റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലർ പ്ലേറ്റു, കോസ്റ്റൽ പ്ലെയിൻ, പിന്നെ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽ, എയർ, ട്രാൻസ്പോർട്ടേഷൻ. അടുത്ത കേരള ജോഗ്രഫിയിലേക്ക് പോകുമ്പോൾ അവിടെ ഫിസിയോഗ്രഫി, പിന്നെ ഡിസ്ട്രിക്ട് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, agriculture and research center, minerals and industries, energy sources, transport system, road, water, rail, air, transportation. അടുത്ത എക്കണോമിക്സ് നോക്കുമ്പോൾ ഇതൊക്കെ പ്രിലിംസിന്റെ സെയിം സിലബസ് ആണ്. എക്കണോമിക്സ് നോക്കുമ്പോൾ അവിടെ 5 മാർക്കാണ്, കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അടുത്ത ഇന്ത്യ എക്കണോമി 5 ഇയർ പ്ലാൻസ്, ന്യൂ എക്കണോമിക് റീഫോംസ്, പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ്, ഗ്രീൻ റവല്യൂഷൻ, മിനറൽസ്, ഡയറക്ട് ആൻഡ് ഇൻഡയറക്ട് ടാക്സസ് ഇൻ ഇന്ത്യ, GST ഇൻ ഇന്ത്യ, അത് കഴിഞ്ഞ റാഷണൽ ആൻഡ് സ്ട്രക്ചർ ഓഫ് GST, ബെനിഫിറ്റ്സ് ഓഫ് GST. ഇത്രയാണ് എക്കണോമിക്സിനകത്ത് വരുന്നത്. അതിനുശേഷം ഇന്ത്യൻ പൊളിറ്റിയിലേക്ക് പോകുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന എന്തൊക്കെയാണ്? ഒന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അടുത്ത റിട്സ്, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യൂററി ആൻഡ് കോവാറന്റോ. അതിനുശേഷം DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ്, യൂണിയൻ എക്സിക്യൂട്ടീവ്, പാർലമെന്റ് ആൻഡ് ജുഡീഷ്യറി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ ആൻഡ് ജുഡീഷ്യറി, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദെൻ ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ്. അതിനകത്ത് ഏതൊക്കെ അമെന്റ്മെന്റ്സ് ആണ് പഠിക്കേണ്ടത്? 42nd അമെന്റ്മെന്റ്, 44th അമെന്റ്മെന്റ്, 52nd അമെന്റ്മെന്റ്, 73rd അമെന്റ്മെന്റ്, 74th അമെന്റ്മെന്റ്, 86th അമെന്റ്മെന്റ്, 91, 97, 101, 102, 103, പിന്നെ 104. പഴയ സിലബസ് ആയതുകൊണ്ട് തന്നെ 104 വരെ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ പുതിയ സിലബസ് വരുന്ന സമയത്ത് 105ഉം 106ഉം കൂടെ മേ ബി ആഡ് ആവാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയൊക്കെ ചിന്തിക്കും? ഓക്കെ, നോക്കാം നമുക്ക്. അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, Controller and Auditor General, Attorney General, Advocate General, Election Commission of India, State Election Commission, Union Public Service Commission, State Public Service Commission, Finance Commission, State Finance Commission, GST Council, Distribution of Legislative Power, Union List, State List, Concurrent List, Services under the Union and States, Tribunals, National Commission for Scheduled Caste, National Commission for Scheduled Tribe, National Commission for Backward Classes, Official Language, പിന്നെ regional languages, language of the Supreme Court, High Courts, etc. Then special directive relating to of languages. Okay. അതിനുശേഷം കേരള ഗവർണൻസ് വരുന്ന സമയത്ത് 10 മാർക്കാണ് കേരള ഗവർണൻസ് വരുന്നത്. കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ 5 മാർക്കാണ്, പക്ഷേ ഇവിടെ 10 മാർക്ക് സെയിം സാധനം. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്, കോസി ജുഡീഷ്യൽ ബോഡീസ്, വേരിയസ് കമ്മീഷൻ, ബേസിക് ഫാക്ട്സ് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ്, പ്ലാനിംഗ് ബോർഡ്, കൊമേഴ്സ്യൽ പ്ലാനിംഗ് ആൻഡ് പോളിസീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, watershed management, employment and labor, national rural development programs, land reforms, social welfare and security, protection of women, social welfare and security, പിന്നെ അതിനകത്ത് protection of women, children and senior citizens. അടുത്ത population literacy, then e-governance, delegated legislation and its control, legislative and judicial controls, constitutional law remedies against administrative arbitraries, administrative discretion and its controls, administrative adjudication. അടുത്ത പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഓക്കെ, ഇത്രയുമാണ് കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനകത്ത് വരുന്നത്. അതിനുശേഷം ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് നോക്കുകയാണെങ്കിൽ അവിടെ 6 മാർക്ക് കിടപ്പുണ്ട്. അതിനകത്ത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത്? ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, പ്രിലിംസിന്റെ സെയിം സാധനം. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആൻഡ് ദർ ഡെഫിഷ്യൻസി ഡിസീസസ്, പ്രിലിംസിന്റെ സെയിം സാധനം. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് കോസേറ്റീവ് ഓർഗാനിസം, then preventive and remedial measures, Kerala welfare activities in health sector, lifestyle diseases, basic health facts, പിന്നെ environmental and environmental hazards. പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്രിലിംസിന് മൊത്തം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഫിസിക്സ്, കെമിസ്ട്രി പ്രിലിംസ് നമ്മൾ പഠിച്ചിട്ടില്ല, പുതുതായിട്ട് പഠിക്കണം. അപ്പൊ അവിടെ ഫിസിക്സിനകത്ത് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, matter, units, measurements, physical quantities, then motion, Newton's law of motion, third law, momentum, projectile motion, uses of third law, achievements in space missions in India, ISRO. അതിനുശേഷം ലൈറ്റ്, ലെൻസ്, മിറർ, പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ R equal to 2F, different phenomena of light, rainbow, colors of different materials, electromagnetic spectrum, IR rays, UV rays, X rays, പിന്നെ photo electric effect. അതിനുശേഷം സൗണ്ട്, different types of wave, velocity of sound in different media, resonance, പിന്നെ അത് കഴിഞ്ഞ reverberation. Then force, different types of forces, friction, advantages and disadvantages of friction, liquid pressure, buoyant force, അത് കഴിഞ്ഞ
Archimedes principle, Pascal's law, density, relative density, adhesive, cohesive force, capillarity, viscous force, പിന്നെ surface tension. അടുത്ത ഗ്രാവിറ്റേഷനകത്ത് വരുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, എസ്കേപ്പ് വെലോസിറ്റി, സാറ്റലൈറ്റ്സ് എസ്കേപ്പ് വെലോസിറ്റി, വെയിറ്റ്, മാസ്, വാല്യൂ ഓഫ് ജി ഇൻ ഡിഫറെന്റ് പ്ലേസസ്. അടുത്ത ഹീറ്റ്, ടെമ്പറേച്ചർ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് തെർമോമീറ്റർ, ഹ്യൂമിഡിറ്റി, പിന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ദെൻ വർക്ക് എനർജി പവർ, സിമ്പിൾ പ്രോബ്ലം റിലേറ്റിംഗ് ടു വർക്ക് എനർജി പവർ, ലിവർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിവേഴ്സ്. ഓക്കെ, അതിനുശേഷം കെമിസ്ട്രിക്കകത്ത് വരുന്ന 3 മാർക്കാണ്. ആറ്റം, മോളിക്യൂൾ, സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അലോട്രോപ്പി, ഗ്യാസ് ലോസ്, പിന്നെ അക്വറേജ്. അടുത്ത എലമെന്റ്സ്, പീരിയോഡിക് ടേബിൾ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽ, കെമിക്കൽ ഫിസിക്കൽ ചേഞ്ചസ്, കെമിക്കൽ റിയാക്ഷൻ, സൊല്യൂഷൻ, അത് കഴിഞ്ഞ് മിക്സ്ചേഴ്സ്, കോമ്പൗണ്ട്സ്, മെറ്റൽ, നോൺ മെറ്റൽസ്, അലോയ്സ്, ആസിഡ്, ബേസസ്, പി എച്ച് വാല്യൂ, പിന്നെ ആൽക്കലൗഡ്സ്. ഇത്രയാണ് കെമിസ്ട്രിക്കകത്ത് വരുന്നത്. ഓക്കെ, 3 മാർക്കാണ് വരുന്നത്. അതിനുശേഷം ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ 5 മാർക്കാണ്. പ്രിലിംസിന് 10 മാർക്കായിരുന്നു, പക്ഷേ മെയിൻസിന് വരുന്ന സമയത്ത് 5 മാർക്ക് മാത്രമേ വരുന്നുള്ളൂ. അവിടെ നോക്കുക, ഇമ്പോർട്ടന്റ് ആർട്സ് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ഓഡിയോ വിഷ്വൽ ആർട്ട് ഫോംസ് ഓഫ് കേരള, ഫേമസ് പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, പേഴ്സണാലിറ്റീസ്, അത് കഴിഞ്ഞ ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് റിലേറ്റഡ് ടു ഒറിജിൻ, ഡെവലപ്മെന്റ്, അത് കഴിഞ്ഞ എക്സ്റ്റൻഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് ദീസ് ആർട്ട് ഫോംസ്. സ്പോർട്സിനകത്ത് വരുന്നത് ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഓഫ് കേരള, ഇന്ത്യ ആൻഡ് വേൾഡ്, ദർ സ്പോർട്സ് ഇവന്റ്സ്, അച്ചീവ്മെന്റ് ആൻഡ് അവാർഡ്സ്. ഓക്കെ, ആരൊക്കെയാണ് പ്രധാന സ്പോർട്സ് പേഴ്സണാലിറ്റീസ്, അവരുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ എന്തൊക്കെയായിരുന്നു, ഇമ്പോർട്ടന്റ് അവാർഡ്സ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ആ ഇമ്പോർട്ടന്റ് അവാർഡ്സ് മൊത്തം നോക്കുക, അതിന്റെ കറസ്പോണ്ടിങ് ഫീൽഡിൽ ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത്, അതിൽ വിന്നേഴ്സ് ആരൊക്കെയാണ്, അതിനുശേഷം പ്രധാനപ്പെട്ട ട്രോഫികൾ ഏതൊക്കെയാണ്, ഫേമസ് ട്രോഫീസ്, റിലേറ്റഡ് ഇവന്റ് സ്പോർട്സ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ്, നമ്പർ ഓഫ് പ്ലെയേഴ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് സ്പോർട്സ് ഐറ്റംസ്, ഓരോ കളിയിലും എത്ര കളിക്കാരുണ്ട്, ഓരോ രാജ്യങ്ങളുടെ നാഷണൽ ഗെയിംസ് ഏതൊക്കെയാണ്, അതിനുശേഷം ഇമ്പോർട്ടന്റ് ടീംസ് അസോസിയേറ്റഡ് വിത്ത് വേരിയസ് സ്പോർട്സ് ആൻഡ് ഗെയിംസ്. അടുത്ത ഒളിമ്പിക്സ് മസ്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട്, അതിന്റെ ബേസിക് ഫാക്ട്സ്, അതിന്റെ വെന്യൂസ്, ഇപ്പൊ പ്രിലിംസിനൊക്കെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ദെൻ എവിടെയൊക്കെയാണ് ഇതിന്റെ വെന്യൂസ് ഉള്ളത്, കൺട്രീസ്, ഫേമസ് പെർഫോമൻസ് ആൻഡ് പേഴ്സണാലിറ്റി, അതിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയായിരുന്നു, വിന്റർ ഒളിമ്പിക്സ്, പിന്നെ പാരാ ഒളിമ്പിക്സ്. അതിനുശേഷം ഏഷ്യൻ ഗെയിംസിലേക്ക് വരുമ്പോൾ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ആ കോമൺവെൽത്ത് ഗെയിംസിലേക്ക് ഇപ്പോൾ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. സാഫ് ഗെയിംസ്, വെന്യൂസ്, കൺട്രീസ്, പെർഫോമൻസ് ഓഫ് ഇന്ത്യ, അതർ ഫാക്ട്സ്. ദെൻ നാഷണൽ ഗെയിംസ്, ഇവന്റ്സ്, പ്ലെയേഴ്സ് ആൻഡ് ദെയർ അച്ചീവ്മെന്റ്സ്. നാഷണൽ സ്പോർട്സ്, ഓരോ രാജ്യത്തിന്റെ നാഷണൽ ഗെയിംസ് ഏതൊക്കെയാണ്, ഗെയിംസ്, അത് കഴിഞ്ഞ് ഇവന്റ്സ് ഓഫ് വേരിയസ് കൺട്രീസ്. അടുത്ത ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ അവിടെ മലയാളം, ഇമ്പോർട്ടന്റ് ലിറ്റററി മൂവ്മെന്റ്സ്, ഐക്കൺ ആൻഡ് ദെയർ ഫസ്റ്റ് വർക്ക്സ്, മെയിൻ വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ റിലേറ്റഡ് ടു ഈച്ച് മൂവ്മെന്റ് ആൻഡ് ദെയർ ഓതേഴ്സ്, റൈറ്റർ, പെൻ നെയിം ആൻഡ് നിക് നെയിം, ഫേമസ് വർക്ക് ആൻഡ് ക്യാരക്ടർ, ഫേമസ് കോഡ്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ബിഗിനിങ് ഓഫ് ജേർണലിസം ഇൻ കേരള, പയനീർസ് ജേർണൽസ് ആൻഡ് പബ്ലിക്കേഷൻ, famous awards, honors, writers and their work, Malayalam writers who won Jnanapith Award and their related facts. ഓക്കെ, മക്കളെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ജ്ഞാനപീഠ മാർക്കൊക്കെയാണ് മലയാളത്തിൽ കിട്ടിയത്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് മലയാള സിനിമ, അതിന്റെ ഒറിജിൻ, ഡെവലപ്മെന്റ്, മൈൽ സ്റ്റോൺ, പയനീഴ്സ്, നാഷണൽ അവാർഡ്സ്. അടുത്ത കൾച്ചറിലേക്ക് വരുമ്പോൾ അവിടെ കേരള, ഇമ്പോർട്ടന്റ് സെലിബ്രേഷൻസ്, പ്ലേസസ് അസോസിയേറ്റഡ് വിത്ത് സച്ച് സെലിബ്രേഷൻ, ഇമ്പോർട്ടന്റ് ഫെസ്റ്റിവൽസ്. കേരളക്കകത്ത് വരുന്ന ഏതൊക്കെയാണ്, കൾച്ചറൽ സെന്റർ, വർഷിപ്പ് പ്ലേസസ്, കൾച്ചറൽ ലീഡേഴ്സ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലിറ്ററേച്ചറിനകത്ത് വരുന്നത്. അതിനുശേഷം ഐ ടിയിലേക്ക് പോകുമ്പോൾ 3 മാർക്കാണ് ഐ ടി വരുന്നത്. ഹാർഡ്വെയറിനകത്ത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, പിന്നെ മെമ്മറി ഡിവൈസസ്. ദെൻ സോഫ്റ്റ്വെയറിനകത്ത് അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, ദെൻ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്. അതിനുശേഷം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ വരുമ്പോൾ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്, ഏതൊക്കെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആണ്, ലാൻ, വാൻ, മാൻ, പിന്നെ അത് കഴിഞ്ഞ് അതേപോലുള്ള അതിന്റെ ആപ്ലിക്കേഷൻ ഏരിയാസ് മൊത്തം നോക്കുക. നെറ്റ്വർക്ക് ഡിവൈസസ് സച്ചസ് മീഡിയ, സ്വിച്ച്, ഹബ്, റൗട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ് വേ, അതിന്റെയൊക്കെ യൂസ് എന്താണ്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, പഠിച്ചു വെച്ചേക്കുക. അടുത്ത ഇന്റർനെറ്റ് സർവീസസ് ലൈക്ക് www, വേൾഡ് വൈഡ് വെബ്, ഇമെയിൽ, സെർച്ച് എഞ്ചിൻ, അതിന്റെ എക്സാമ്പിൾ, അതിന്റെ പർപ്പസ് എന്തൊക്കെയാണ്, സോഷ്യൽ മീഡിയ എക്സാമ്പിൾ ആൻഡ് ദെയർ ഫീച്ചേഴ്സ്, വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML, അതിന്റെ ബേസിക്സ് മൊത്തം നോക്കി വെച്ചേക്കാം. അത് കഴിഞ്ഞാൽ സൈബർ ലോ ആണ്, ടൈപ്പ് ഓഫ് സൈബർ റോങ്സ്. അത് കഴിഞ്ഞ് IT ആക്ട് 2000, അത് മൊത്തം നോക്കുക, അതിലെ സെഷൻസ്, പണിഷ്മെന്റ് മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അതിനുശേഷം സ്പെഷ്യൽ ടോപ്പിക് വരുന്നത് ഇമ്പോർട്ടന്റ് ആക്ട് ആണ്, 5 മാർക്ക്. ഫസ്റ്റ് ഒന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, അത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. അതിന്റെ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ്, പവർ ആൻഡ് ഫങ്ഷൻസ്, റൈറ്റ് ടു പബ്ലിക് സർവീസ്, ദ കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് 2012, then protection of consumer protection act 2019, rights of consumers മൊത്തം നോക്കാം. then protection of vulnerable section, protection of civil rights act 1955, SC and ST prevention of atrocities act 1989, the Kerala state commission for the scheduled caste and scheduled tribe act 2007, Kerala state SC and ST commission, protection of human rights act 1993, national human rights commission and the state human rights commission,
Maintenance and Welfare of Parents and Senior Citizens Act 2007, the Rights of Persons with Disabilities Act 2016, the Transgender Persons Protection of Right Act 2019. അതിനുശേഷം നമുക്ക് 5 മാർക്കാണ്. ഈ 5 മാർക്കിനകത്ത് ഇത്രയും പഠിക്കാനുണ്ട്. പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ, ഒഫൻസ് അഗൈൻസ്റ്റ് വുമൺ അണ്ടർ IPC 1860, offenses affecting public decency and morality under IPC, Dowry Prohibition Act 1961, National Commission for Women Act 1990, Kerala Women's Commission Act 1991, National and State Commission for Women, Protection of Women from Domestic Violence Act 2005, the Sexual Harassment of Women at Workplace, Prevention, Prohibition and Redressal Act 2013, then Protection of Safeguarding of Children, Offense Against Children under IPC, Protection of Children from Sexual Offences Act 2012 POSCO, പിന്നെ Juvenile Justice, Care and Protection of Children Act 2015, then Prevention of Corruption and Maladministration, the Prevention of Corruption Act 1988, the Central Vigilance Commission Act 2003 and Lokayukta and Lokpal Act 2013, Kerala Lokayukta Act 1999. അതിനുശേഷം Public servant definition under IPC, offenses by against public servants under IPC, the Administrative Tribunal Act 1985, then Central Administrative Tribunal, Kerala Administrative Tribunal, അത് കഴിഞ്ഞ് അതിന്റെ കോമ്പോസിഷൻ, അതിന്റെ പവേഴ്സ്, ഇത്രയുമാണ് സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് വരുന്നത് 9 എണ്ണം. ഈ 9 എണ്ണം പഠിച്ചാൽ 5 മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഒരുമാതിരി മറ്റേടത്ത പണിയായി പോയി. ഓക്കെ, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പക്ഷെ മാർക്ക് കുറവാണ്. ദെൻ കറണ്ട് അഫേഴ്സ് 15 മാർക്കാണ്. മക്കളെ കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫസ്റ്റ് പഠിക്കാം. അതായത് സെൻട്രൽ അപ്പോയിന്റ്മെന്റ്സ്, സ്റ്റേറ്റ് അപ്പോയിന്റ്മെന്റ്സ്, ദെൻ സെൻട്രൽ മിനിസ്ട്രി, സ്റ്റേറ്റ് മിനിസ്ട്രി, അതിനുശേഷം ലിറ്റററി അവാർഡ്സ് മൊത്തം നോക്കുക, ഗെയിം ഇവന്റ്സ് മൊത്തം നോക്കുക, അതിനുശേഷം മിലിറ്ററി എക്സസൈസ്, ദെൻ ജ്ഞാനപീഠം, ദെൻ അതിനുശേഷം വരുന്ന ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ്, ഇന്ത്യാസ് ഫസ്റ്റ്, കേരള ഫസ്റ്റ്, സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീംസ്, അതിനുശേഷം എല്ലാ ദിവസവും ഒരു 20 ക്വസ്റ്റ്യൻസ് വെച്ച് സെൻട്രൽ ഫിലിം അവാർഡ്, സ്റ്റേറ്റ് ഫിലിം അവാർഡ്, അതിനുശേഷം എല്ലാ ദിവസവും ഒരു 20 ക്വസ്റ്റ്യൻസ് വെച്ച് ഒരു ബുക്കിനകത്ത് എഴുതി അങ്ങ് പോവുക. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് തീർക്കാൻ പറ്റും, കുറേ ടോപ്പിക്ക് നമുക്ക് തീർക്കാൻ പറ്റും. അങ്ങനെ കറണ്ട് അഫേഴ്സ് ഭംഗിയായിട്ട് പഠിക്കാം. ഒരു 12 മാർക്കിലധികം നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അതിനുശേഷം മാത്സും റീസണിങ്ങിനകത്ത് വരുന്നത് 10 മാർക്കാണ്. സോ മാത്സ് വരുന്നത് 5 മാർക്ക്, നമ്പർ ആൻഡ് ബേസിക് ഓപ്പറേഷൻ, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, പിന്നെ ആവറേജ്, ലോസ് ഓഫ് എക്സ്പോണൻസ്, മെൻസുറേഷൻ, പ്രോഗ്രഷൻ. അടുത്ത മെന്റൽ എബിലിറ്റിക്കകത്ത് വരുന്നത്, റീസണിങ്ങിനകത്ത് വരുന്നത് സീരീസ്, പ്രോബ്ലംസ് ഓൺ മാത്തമെറ്റിക്കൽ സയൻസ്, വെരിഫൈയിങ് പൊസിഷൻ, അനലോഗി, ഓഡ് മെൻ ഔട്ട്, ന്യൂമറിക്കൽ എബിലിറ്റി, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഫാമിലി റിലേഷൻ, സെൻസ് ഓഫ് ഡിറക്ഷൻ, ടൈം ആൻഡ് ആംഗിൾസ്, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ഡേറ്റ് ആൻഡ് കലണ്ടർ, ക്ലിനിക്കൽ എബിലിറ്റി. അതിനുശേഷം ഇംഗ്ലീഷിനകത്ത് വരുന്നത്, അതായത് പ്രിലിംസിന്റെ സെയിം സിലബസ് ആണ് മാത്സിനകത്ത് ഫുള്ള് വരുന്നത്. ദെൻ ഇംഗ്ലീഷിനകത്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ്, ഗ്രാമർ പോർഷനകത്ത് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ്, പ്രിപ്പോസിഷൻ, the use of correlatives, direct and indirect speech, active and passive voice, correction of sentence, പിന്നെ degrees of comparison. ഇത്രയുമാണ് ഇംഗ്ലീഷിനകത്ത് വരുന്നത്. അതിന്റെ വൊക്കാബുലറി റീജിയൻ നോക്കുകയാണെങ്കിൽ അതിനകത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺ, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിം, ആന്റോണിം, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്, എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവേഷൻ. ഇത്രയുമാണ് അതിന്റെ ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി ഏരിയക്കകത്ത് വരുന്നത്. അതിനുശേഷം മലയാളം നോക്കുകയാണെങ്കിൽ 10 മാർക്കാണ്. പ്രിലിംസിന്റെ സെയിം സിലബസ്, പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, അതിനുശേഷം ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുത്ത്, പിന്നെ ഘടകപദം. ഇത്രയാണ് കമ്പനി ബോർഡ് മെയിൻസിന്റെ സിലബസ് വരുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഒന്ന് കാണിച്ചു തരാം, ഒന്ന് ശ്രദ്ധിച്ചോളണം. ഓക്കെ, ഇവിടെ ഞാൻ ഈ 2 സിലബസ് ഒരുമിച്ചെടുത്തിട്ടേക്കാണ്. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും സിലബസിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒരുമിച്ച് വന്നിട്ടേക്കാണ്. ഒന്ന് വെയിറ്റ് ചെയ്തോ, അപ്പൊ ഞാൻ എനിക്ക് പതുക്കെ ഒന്ന് ഇങ്ങോട്ടേക്കൊന്ന് മാറ്റാൻ പറ്റും. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളണം, ഒറ്റ മിനിറ്റ്. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് കുറച്ചും കൂടെ നന്നായിട്ട് വായിക്കാൻ പറ്റും, അതിനു വേണ്ടിയാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളേ. ഇവിടെ സിലബസിന്റെ സിമിലാരിറ്റി ഒന്ന് നോക്കി. ഇടത്തെ സൈഡിൽ കിടക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്, റൈറ്റ് സൈഡിൽ കിടക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. അപ്പോൾ അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഹിസ്റ്ററി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 5 മാർക്ക്, ജോഗ്രഫി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 5 മാർക്ക്, എക്കണോമിക്സ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 5 മാർക്ക്. സെയിം ഇവിടെയും അതുപോലെ തന്നെ ഹിസ്റ്ററി,
5 മാർക്ക്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്. ഒരു മാറ്റവും ഇല്ല. കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും മെയിൻസിന്റെ സിലബസിനകത്ത് ഇവിടെ ഇത്രയും ഭാഗങ്ങളിൽ ഒരു മാറ്റവും ഇല്ല. അതിനുശേഷം നോക്കുക കേരള ഗവർണൻസ്, സെയിം സാധനമാണ്. കേരള ഗവർണൻസ് നോക്കുമ്പോൾ അവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനകത്ത് 5 മാർക്കാണ് കിടക്കുന്നത്. പക്ഷെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനകത്ത് ആ സെയിം സാധനം 10 മാർക്കിന് കിടപ്പുണ്ട്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസമാണ്. സെയിം ടോപ്പിക്ക് പക്ഷെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസമാണ്. അടുത്ത ലൈഫ് സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 3 മാർക്ക്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 6 മാർക്കാണ്. അവിടെയും സെയിം സിലബസ് ആണ്, പക്ഷെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസമാണ്. അതിനുശേഷം നോക്കിയേ ഫിസിക്സ് കെമിസ്ട്രി ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ IT. 2 സ്ഥലത്ത് ഫിസിക്സ് കെമിസ്ട്രി ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ IT നോക്കുകയാണെങ്കിൽ 2 സ്ഥലത്തും 3 മാർക്ക് 5 മാർക്ക്, പിന്നെ ITക്ക് 3 മാർക്ക്. ഒരേ സാധനം, ഒരേ സിലബസ്, ഒരേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഒന്നാണ് സംഭവം. ഓക്കെ. അതിനുശേഷം സ്പെഷ്യൽ ടോപ്പിക് വരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസി, ഇമ്പോർട്ടൻസ് ആക്ട്സ് ആൻഡ് എഡ്യൂക്കേഷൻ പോളിസി, അത് കഴിഞ്ഞ ഇമ്പോർട്ടന്റ് ആക്ട്സ് ആൻഡ് എഡ്യൂക്കേഷൻ പോളിസി, പിന്നെ കമ്മീഷൻ, അത് 13 മാർക്കിന് വരുന്നു. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ 9 സാധനങ്ങൾ 5 മാർക്കിന് വരുന്നു. ഇവിടെ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ശ്രദ്ധിച്ചായിരുന്നു, ഒരു സ്ഥലത്ത് 13 മാർക്കും മറ്റൊരു സ്ഥലത്ത് 5 മാർക്കും, ബാക്കിയെല്ലാം സെയിം ആണ്, ഒരേ സാധനം. അതിനുശേഷം നോക്കിയ കറണ്ട് അഫയേഴ്സ് 2 സ്ഥലത്തും 15 മാർക്കാണ് വരുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 15 മാർക്ക്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 15 മാർക്ക്. മാത്സ് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇവിടെയും മാത്സ് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. എന്ന് വെച്ചാൽ മക്കളെ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരേ സാധനം, ഒരു ടോപ്പിക്കിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്നിച്ച് പഠിക്കാം, നന്നായിട്ട് പഠിക്കാം. പഠിച്ചോ, ഒരു പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് ഈ 3 എക്സാം എഴുതാൻ പറ്റും. ഏതൊക്കെയാണ്? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1, ഗ്രേഡ് 2, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സെയിം സാധനം. ഇനി SBCID നോക്കുകയാണെങ്കിൽ LDയുടെ സിലബസ് ആണ്. അവിടെയും ഇതേ സാധനം തന്നെയാണ് വരാൻ പോകുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. പിന്നെ ബയോളജി കുറച്ച് ടോപ്പിക്കൽ എക്സ്ട്രാ വരും. എനിക്കൊന്ന് ഫിസിക്സ് കെമിസ്ട്രി കുറച്ച് ടോപ്പിക്കൽ എക്സ്ട്രാ വരും. അത്രയേ ഉള്ളൂ. ചെറിയ ചെറിയ മാറ്റങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രിപ്പറേഷൻ മതി, എല്ലാ മെയിൻസും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ നന്നായിട്ട് പഠിച്ചോ. കുറച്ച് ദിവസങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. അപ്പോൾ നമ്മൾ സൂപ്പർ നോട്ട്സ് ഈ വരുന്ന 18-ാം തീയതി നമ്മുടെ മെയിൻസിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 250 പേര് മാത്രമേ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യത്തുള്ളൂ. നമുക്ക് ആ 250 റിസൾട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. ഏറ്റവും നല്ല ക്ലാസ്സസ് ആയിരിക്കും, ഏറ്റവും നല്ല നോട്ട്സ് ആയിരിക്കും, അടിപൊളിയായിട്ടുള്ള മെന്റർഷിപ്പ് ആയിരിക്കും. അതായത് ഓരോ ആഴ്ചയിലും നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെ പോയാൽ നല്ലതായിരിക്കും. അതിനൊരു സജഷനൊക്കെ നമുക്ക് തരാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെ ടൈം മാനേജ് ചെയ്യാം, ആ ടൈം മാനേജ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് കഴിഞ്ഞ് നെഗറ്റീവ്സ് എങ്ങനെ മാക്സിമം കുറയ്ക്കാം, എന്തുകൊണ്ട് നെഗറ്റീവ് വരുന്നു, അങ്ങനെ കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന, നിങ്ങളുടെ റിസൾട്ട് നന്നായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി ബാച്ച്. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ബാച്ച് കാണാൻ പറ്റും. ജോയിൻ ചെയ്തോ. 2499 രൂപ വരുന്നുള്ളൂ. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID 3-ന് വേണ്ടിയിട്ടുള്ള കോമൺ ബാച്ച് ആണ്. അതേപോലെ ഫോഴ്സ് പരീക്ഷകൾ നോക്കുന്നവര് നമ്മുടെ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ ആ മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്തോ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. നിങ്ങളുടെ എഫേർട്ടിന്റെ പകുതി എടുക്കാൻ, നിങ്ങളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ടീം നിങ്ങളുടെ കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ് ക്ലാസ്സിൽ.